പിന്നെ സാർ, ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണ വീട്ടലുമായിരുന്നു സാർ. എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. നിപ്പ പോലെ ഇതുവരെ കേൾക്കാത്ത രോഗങ്ങൾ കേരളത്തിൽ ബാധിക്കുന്നു. വവ്വാലാണത്രേ അത് പരത്തുന്നത്. എന്ത്? ആ വെടിയുണ്ട് എന്റെ നേർക്കല്ലേ വരുന്നത്? കെ കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഭരിച്ചപ്പോൾ നാട്ടിൽ വവ്വാൽ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ വവ്വാൽ രോഗം പരത്താൻ കാരണം ഭരിക്കുന്നവർ ശരിയല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ഞങ്ങൾ ഈ കാഴ്ചപ്പാടുള്ളവരല്ല സാർ. വ്യക്തിപരമായി മന്ത്രിയെയോ മുഖ്യമന്ത്രിയെയോ ഈ വിഷയത്തിൽ അധിക്ഷേപിക്കാൻ ഞങ്ങളില്ല. അത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ സംസ്കാരമല്ല. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള പകർച്ചവ്യാധി വരുന്നത് ഏതെങ്കിലും ഭരണാധികാരി ഭരിക്കുന്നത് കൊണ്ടാണെന്ന് കരുതുന്നവരല്ല സാർ. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയുടെ കാഴ്ചപ്പാടല്ല ഞങ്ങളുടെ കാഴ്ചപ്പാട്. എന്തൊരു എളിമ, എന്തൊരു വിനയം. ശരിയാ സാർ, പകർച്ചവ്യാധികൾ കേരളത്തിൽ പടരുന്നതിന്റെ കാരണം അത് ആര് ഭരിക്കുന്നു എന്നുള്ളത് നോക്കിയല്ല, എന്നാൽ അവ തടയുന്നതിൽ സർക്കാരിന്റെ കാഴ്ചപ്പാട് എന്ത് എന്നുള്ളതാണ് സാർ പ്രധാന പ്രശ്നം. നിന്റെ ഫിലോസഫി ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ നീ അടുപ്പത്ത് വെച്ചിരിക്കുന്ന വെള്ളം ചൂടാകില്ല, അതങ്ങ് ഇറക്കി വെച്ചേക്കാം. സാർ, ഒരു സർക്കാരിനെ വിലയിരുത്താൻ ഒരു 35 ദിവസം മതിയാകില്ല എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷെ ഒരു സർക്കാർ ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ 35 ദിവസം ധാരാളമാണ്. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. പകർച്ചവ്യാധി പകരാതിരിക്കാൻ സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് എന്തൊക്കെ ഇടപെടൽ നടത്താൻ വേണ്ടി സാധിക്കും ആ ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോവുക എന്നുള്ള ക്രിയാത്മക പ്രതിപക്ഷത്തിന്റെ ചുമതലയാണ് ഞങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്, നിർവഹിക്കാൻ ഉദ്ദേശിച്ചിട്ടുമുള്ളത്. എന്നാൽ ചില ഗൗരവമേറിയ പ്രശ്നങ്ങൾ, സർക്കാർ തിരുത്തേണ്ട വിഷയങ്ങൾ, അടിയന്തരമായി തിരുത്തി മുന്നോട്ട് പോകേണ്ട പ്രശ്നങ്ങൾ, അത് ചൂണ്ടിക്കാട്ടുക ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് സാർ. എന്റെ പൊന്നോ വേണ്ട. ആരോഗ്യ മേഖലയിലെ കേരള മോഡൽ ലോകമാകെ അംഗീകരിച്ചതാണ്. എന്നാൽ ആ കേരള മോഡൽ UDF ഗവൺമെന്റ് കൈവിടുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഈ 35 ദിവസത്തെ ഇടപെടലുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതെന്താ തനിക്കിപ്പോ അങ്ങനെ തോന്നാൻ? അത് അനുവദിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയാൻ ഞാൻ ആദ്യമേ ആഗ്രഹിക്കുകയാണ്. അത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല, കേരളത്തിലെ 100% വരുന്ന ജനങ്ങളും ആഗ്രഹിക്കുന്നതാണ്. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല സർ. മെയ് 20, 2021 LDF ഗവൺമെന്റ് അധികാരമേറ്റപ്പോൾ കോവിഡ് കാലമായി. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. കോവിഡ് കാലം അധികാരമേറ്റ LDF സർക്കാരിന്റെ ആദ്യ മാസം ജീവൻ രക്ഷിക്കുവാനുള്ള പോരാട്ടത്തിന്റേതായിരുന്നു. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. സാർ, മെയ് 18, 2026 അധികാരത്തിൽ വന്ന UDF സർക്കാരിന്റെ ആദ്യ മാസം ഭരണപരമായ തർക്കങ്ങളുടെയും പ്രഖ്യാപനങ്ങളുടെയും ഭാഗമായി പലരുടെയും മാനം രക്ഷിക്കാനുള്ള മാസമായി മാറി എന്നുള്ളതൊരു വസ്തുതയാണ് സാർ. ഒരു 5-6 ഏലസ് കൂടി മേടി ജപിച്ച് എന്റെ അരയിലും കൂടെ കെട്ട്, ഇവനെ ദൃഷ്ടിപ്പെടും, അത്രയ്ക്ക് ബുദ്ധിയാ. എന്തെല്ലാം പകർച്ചവ്യാധികളാണ് സാർ കേരളത്തിൽ ഈ മഴക്കാലത്ത് പെരുകുന്നത്. നിപ്പ, എബോള, എംപോക്സ്, ഷിഗല്ല, വെസ്റ്റ്നൽ, ഡെങ്കി, മലേറിയ, കോളറ. പറഞ്ഞു കേറുകല്ലേ. ഈ പറയുന്നത്ര യാതൊരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷവും കേരളത്തിലില്ല, ആരോഗ്യവകുപ്പിലും ഇല്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? പിന്നെ സാർ, ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണ വീട്ടലുമായിരുന്നു സാർ. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അത് ഉടനെ തന്നെ അന്വേഷിച്ച് അതിന് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ വഴിയില്ലോ. ഈ സർക്കാരിന്റെ കാലത്ത് ഞാൻ അധികാരത്തിൽ വന്നതിന് ശേഷം ആകെ ഒരു കേസാണ് റിപ്പോർട്ട് ചെയ്തത്. ഉടൻ തന്നെ അതിനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു. ഇതുവരെ ഒരാൾക്ക് മാത്രമാണ് സാർ പോസിറ്റീവായത്. രോഗിക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ ആദ്യം ശ്രീ റിയാസ് പറഞ്ഞു, മന്ത്രി ഒന്ന് പറഞ്ഞു, ഉദ്യോഗസ്ഥർ വേറെ പറഞ്ഞു. ചില ഉദ്യോഗസ്ഥന്മാർ ഭരണം മാറിയത് അറിയാതെ കഴിഞ്ഞ സർക്കാരിനോട് കൂറ് കാണിക്കുന്ന ചില പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ അവരിന്ന് കസാല മാറ്റിയിരുത്തിയിട്ടേ ഉള്ളൂ സാർ. മറ്റൊരു കുഴപ്പമുണ്ടായിട്ടില്ല. ഒരു കയ്യബദ്ധം നാറ്റുകരുത് സാർ. ഈ നിപ രോഗിക്ക് ആദ്യ ദിവസം തന്നെ, കഴിഞ്ഞ 10-ാം തീയതിയാണ് രോഗി അഡ്മിറ്റ് ആക്കുന്നത്. ആദ്യ ദിവസം തന്നെ ചികിത്സാ മരുന്നുകളായ മോണോക്ലോണൽ ആന്റിബോഡി, അതും റിബ വീറിനും, ഈ 2 മരുന്നുകൾ അന്ന് തന്നെ കൊടുത്തു. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. പിന്നെയുള്ളത് ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് റെംഡിസിവിർ എന്ന മരുന്നാണ്. അത് സാർ, അങ്ങയുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ്, അങ്ങ് മന്ത്രിയായ ആ മന്ത്രിസഭയുടെ കാലം തൊട്ട് ഈ മരുന്ന് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടില്ല സാർ. 24 മണിക്കൂറിനുള്ളിൽ 10-ാം തീയതി റിപ്പോർട്ട് ചെയ്തു.
24 മണിക്കൂറിനുള്ളിൽ ബഹറിൽ നിന്ന് ഡൽഹി വഴി ആ മരുന്ന് കണ്ണൂരിലെത്തിച്ച് അന്ന് രാത്രി തന്നെ രോഗിക്ക് ആദ്യ ഡോസ് കൊടുത്തു. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നെങ്കിൽ ഫെബ്രുവരി മാസം തൊട്ടല്ലേ സാർ ഇതിനെക്കുറിച്ചുള്ള മുൻകരുതലൊക്കെ തുടങ്ങേണ്ടത്? ഫെബ്രുവരിയിൽ ആരാ? ഞാനായിരുന്നു മന്ത്രി. അല്ല അത് പിന്നെ എന്ത് ഫെബ്രുവരി മുതൽ ഒന്നും നടത്തിയില്ല സാർ. ഒരു രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തിയില്ല. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ഒന്നും നടത്തിയില്ല. നിർത്തി അവമാനിക്കുവാണെന്ന്. ഇതെല്ലാം കഴിഞ്ഞ മെയ് മാസത്തിൽ ഞങ്ങളൊക്കെ ചാർജ് എടുത്തപ്പോഴാണ് ഈ രോഗം അപ്പോഴേക്കും വ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ ആ വ്യാപനത്തിന് ഒരു പരിധി വരെ തടയാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. മറുപടിയിൽ പറഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം നേരത്തെ തയ്യാറാക്കി കൊണ്ടുവന്ന ഒരു പ്രസംഗം കാരണമാണ് ഒക്കെ എഴുതി വായിച്ചത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. കാസർഗോഡ് മാത്രമല്ല, ഇതിന്റെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടില്ല. ഇപ്പോഴാണ് DPC കൂടി ലിസ്റ്റ് തയ്യാറാക്കി സാർ. അത് ഇന്നോ നാളെയായിട്ട് ലിസ്റ്റ് പുറത്തിറക്കും. ഇത് DPC കൂടലേ സാർ, ഇതൊന്നും കൂടിയിട്ടില്ല. ആ തേണ്ടി തൊലി ഒരുക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ. 4/6/2018 നിപ വൈറസ് ബാധ മൂലം ഈ വർഷം സംസ്ഥാനത്ത് 16 പേർ മരണപ്പെട്ടിട്ടുണ്ട്. 2 പേർ ചികിത്സയിലാണ്. എന്നിട്ടാണ് സാർ ഒരു രോഗി വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗി കാരണം ഇവിടെ എല്ലാം നിപ വ്യാപിച്ചു എന്നുള്ള ദുഷ്പ്രചരണം ഇവിടെ നടത്തുന്നു സാർ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു.